നമസ്കാരം. റാഗിങ്ങിനെ തുടർന്ന് പൂങ്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡീൻ ഡോക്ടർ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥൻ എന്നിവരെ രക്ഷിച്ചെടുക്കാൻ വെറ്റിനറി സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടനാ പ്രതിനിധികൾ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. ഇതോടെ ഇടത് സംഘടനകൾ അട്ടിമറിക്ക് കൂട്ടുനിന്നോ എന്ന സംശയമാണ് ഉയർന്നത്. അതിനിടെ സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ മുൻകാല പ്രാബല്യത്തോടെ വകുപ്പ് തല നടപടികളെടുത്ത് വെറ്റിനറി സർവകലാശാല ഉത്തരവിറക്കി. MK നാരായണൻ സസ്പെൻഷനിലായത് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഡീൻ സ്ഥാനത്ത് നിന്ന് മാറ്റി പ്രൊഫസർ തസ്തികയിലേക്ക് തരം താഴ്ത്താനാണ് ഉത്തരവ്. 3 വർഷത്തേക്ക് ഭരണപരമായ ചുമതലകളിൽ നിയമിക്കില്ല. പൂങ്കോട്ട് നിന്ന് സ്ഥലം മാറ്റുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥന്റെ സ്ഥാനക്കയറ്റം 2 വർഷത്തേക്ക് വിലക്കാനും പൂങ്കോട് നിന്ന് തിരുവരാംകുന്നിലേക്ക് സ്ഥലം മാറ്റാനും നിർദ്ദേശമുണ്ട്. ഇതിനിടെയാണ് നിർണായക രേഖകൾ പുറത്തുവരുന്നത്. കാന്തനാഥന്റെ സ്ഥാനക്കയറ്റം 3 വർഷത്തേക്ക് വിലക്കാനായിരുന്നു ആദ്യ ശുപാർശ. ഏപ്രിൽ തന്നെ ഡീൻ കാലാവധി കഴിഞ്ഞ ഡോക്ടർ MK നാരായണൻ 1.5 വർഷത്തിലധികം വിരമിക്കാനിരിക്കുകയാണ്. നാരായണന് സ്വന്തം ജില്ലയായ തൃശൂരിലെ മണ്ണൂത്തി ക്യാമ്പസിലേക്കാണ് സ്ഥലം മാറ്റം. ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ ഇരുവരുടെയും സസ്പെൻഷനും പിൻവലിച്ചു. എത്രയും വേഗം ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് നിർദ്ദേശം. ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത ഏറെയാണ്. ഡോക്ടർ MK നാരായണനെ ഡീൻ സ്ഥാനത്ത് നിന്ന് മാറ്റാനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥനെ സ്ഥാനക്കയറ്റം 2 വർഷത്തേക്ക് തടഞ്ഞു വെക്കാനുമാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് തീരുമാനമെടുത്തത്. എന്നാൽ MK നാരായണനെ 3 വർഷത്തേക്ക് ഡീനായി നിയമിച്ചതിന്റെ കാലാവധി ഏപ്രിൽ 22-ന് തീർന്നതാണ്. എന്നിട്ടും ഡീൻ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം വലിയ ശിക്ഷാ നടപടിയായി അവതരിപ്പിക്കുകയായിരുന്നു. 5 വർഷത്തിലൊരിക്കലേ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റമുള്ളൂ എന്നിരിക്കെ കാന്തനാഥന്റെ സ്ഥാനക്കയറ്റം 2 വർഷത്തേക്ക് മരവിപ്പിച്ചതും ഫലത്തിൽ ശിക്ഷയല്ലാതായി. ഇതിനൊപ്പമാണ് അട്ടിമറിക്കഥ പുറത്താകുന്നത്. നടപടിക്രമങ്ങൾ പിന്തുടരാതെയാണ് ഡോക്ടർ C ലത അധ്യക്ഷയായ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നും ആരോപണ വിധേയരെ വിളിച്ചു വരുത്തുക പോലും ചെയ്യാതെ തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നുമാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ ഇടതംഗങ്ങളായ ഡോക്ടർ KC വിപിൻ, ഡോക്ടർ AR ശ്രീരഞ്ജിനി എന്നിവർ നിലപാടെടുത്തത്. ഇത് തെളിയിക്കുന്ന ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് പുറത്തുവന്നത്. ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരാണെന്ന മുൻവിധിയോടെയാണ് ആഭ്യന്തര അന്വേഷണ സമിതി പ്രവർത്തിച്ചത്. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഡീനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കർശന നടപടിയെടുത്താൽ അംഗീകരിക്കില്ല. സമൂഹത്തിന് സന്ദേശമെന്നോണം ആനുപാതിക ശിക്ഷ നൽകി അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും KC വിപിൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ഡോക്ടർ AR ശ്രീരഞ്ജിനിയും വ്യക്തമാക്കി. അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥന്റെ സ്ഥാനക്കയറ്റം 3 വർഷത്തേക്ക് തടഞ്ഞു വെക്കാനുള്ള ആദ്യ തീരുമാനത്തെയും ഇടത് പ്രതിനിധികൾ എതിർത്തിരുന്നു. തുടർന്നാണ് 2ാം യോഗത്തിൽ ശിക്ഷാ കാലയളവ് 2 വർഷമായി കുറയ്ക്കാനുള്ള തീരുമാനമുണ്ടായത്. വകുപ്പ് തല നടപടിയിൽ MK നാരായണനും കാന്തനാഥനുമുള്ള പരാതികൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ 3-അംഗ സമിതിയിലും വിപിനും ശ്രീരഞ്ജിനിയും അംഗങ്ങളാണ്. ഇതെല്ലാം രാഷ്ട്രീയ ഇടപെടലിന്റെ ഫലമാണെന്ന സംശയവും ശക്തമാണ്. ആഭ്യന്തര അന്വേഷണ സമിതി നേരത്തെ തന്നെ ഇരുവർക്കുമെതിരെ കടുത്ത നടപടികൾക്ക് ശുപാർശ ചെയ്തെങ്കിലും സർവീസിൽ പുനഃപ്രവേശിക്കാനായിരുന്നു ഇടത് ആധിപത്യമുള്ള ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ ആദ്യ തീരുമാനം. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നതിനാൽ ആഭ്യന്തര റിപ്പോർട്ട് പരിഗണിക്കേണ്ടതില്ലെന്ന ന്യായീകരണവും നിരത്തി. ഗവർണർ ഇടപെട്ട് ഈ തീരുമാനം റദ്ദാക്കുകയായിരുന്നു. ഇതിനെതിരെ ഡീനും അസിസ്റ്റന്റ് വാർഡനും സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. തുടർന്ന് നടത്തിയ പുനരന്വേഷണത്തിലും ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗത്തിലും നാരായണനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ പരമാവധി കുറഞ്ഞ ശിക്ഷയാണ് ശുപാർശ ചെയ്തത്. വകുപ്പ് നടപടികൾ എടുത്തതിൽ വെറ്റിനറി സർവകലാശാല ഹൈക്കോടതി റിപ്പോർട്ട് നൽകും. ഡീൻ ഡോക്ടർ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥൻ എന്നിവർക്കെതിരായ വകുപ്പ് തല നടപടികൾ 3 മാസത്തിനുള്ളിൽ തീർക്കണമെന്ന് ജൂൺ 25-ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു.